ഏനാമാവ് കോലുമാടിൽ നിർമ്മിക്കുന്ന ബോട്ട് ജെട്ടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുരളി പെരുന്നെല്ലി MLA വിലയിരുത്തി. 80 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ലെനിൻ, ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MS സീത, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിയാദ് എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ബോട്ട് ജെട്ടി യാഥാർത്ഥ്യമാകുന്നതോടെ ടൂറിസം അടക്കമുള്ള സമസ്ത മേഖലകളിലും വലിയ മാറ്റമുണ്ടാകുമെന്ന് MLA പറഞ്ഞു. റോഡ് മേഖലയും ഉള്ള വികസനം പോലെ തന്നെ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ജലമാർഗമുള്ള നമ്മുടെ വികസനം. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിലെ ദേശീയ ജലപാത വികസനം അത് വളരെ പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഈ ഏനാമാവ് കായലും അതൊക്കെ ചേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖല വരുന്നത്. ആ ജലപാത പോകുന്ന മേഖലയിൽ നമ്മുടെ ജില്ലയിൽ 5 ബോട്ട് ജെട്ടികൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതിൽ ഏനാമാവ് ഇവിടെ ഏനാമാക്കിൽ നിർമ്മിക്കപ്പെടുന്ന ബോട്ട് ജെട്ടി 80 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ആ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് സന്ദർശിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയത്. ഏറ്റവും പെട്ടെന്ന് ഉദ്ഘാടനം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി സർക്കാരിലേക്ക് സമർപ്പിക്കപ്പെട്ടൊരു പദ്ധതിയാണ് ഈ ബോട്ട് ജെട്ടി. ഈ ബോട്ട് ജെട്ടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ജലപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ടൂറിസം അടക്കമുള്ള സമസ്ത മേഖലകളിലും മണലൂർ വെങ്കിടങ്ങ് പഞ്ചായത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നതാണ്.